ഗുഡ് മോർണിംഗ്. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. ഫേവറേറ്റ് ആണെന്ന് പറയാൻ എന്താ കാര്യമെന്നോ, ഈ ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നനയുടെ ആവശ്യമില്ല, വളം ഇട്ട് കൊടുക്കണ്ട, അത് തനിയെ വളർന്നോളും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം നനച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകളും കിട്ടും, നമുക്ക് മാറ്റി മാറ്റി നടുകയും ചെയ്യാം. ഗാർഡനിങ് ഇഷ്ടമാണ്, പക്ഷെ ചെയ്യാൻ സമയമില്ല എന്നൊക്കെ കരുതി വിഷമിച്ചിരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ സൺസവേരിയ ഇനത്തിൽപ്പെടുന്ന ചെടികൾ. കാരണം അതിന് ഒട്ടും തന്നെ വെള്ളം ആവശ്യമില്ല. ഇപ്പോൾ ഡെയിലി നനയ്ക്കാനാണല്ലോ നമുക്ക് എല്ലാവർക്കും സമയമില്ലായ്മ. അപ്പോൾ 2 വീക്സിൽ കൂടുമ്പോൾ നനച്ചാൽ മതി, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നനച്ചാൽ മതി. അങ്ങനെയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ സൺസവേരിയ. അപ്പോൾ ഞാനിത് റീപോർട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാക്കി വെക്കാമെന്ന് വിചാരിക്കണു. കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ സൺസവേരിയ ഇനത്തിൽപ്പെടുന്ന ചെടി ഒരുപാടുണ്ട്. കാരണം നമുക്ക് ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ഗാർഡൻ എപ്പോഴും നല്ല ഗ്രീനറി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ഇലകൾ നല്ല കട്ടിയുള്ള ഡാർക്ക് ഗ്രീൻ ലീവ്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഓവർ കെയറിങ്ങും കൊടുക്കണ്ട, വലിയ മെനക്കേടില്ല, എന്നാൽ ഗാർഡൻ നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇനി ഗാർഡനിങ് ചെയ്യാൻ സമയമില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ട. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഈ സൺസവേരിയ ഇനത്തിൽപ്പെട്ട ഒരുപാട് പ്ലാന്റ്സുകൾ നേഴ്സറി കിട്ടും. അപ്പോൾ അത് 1-2 വാങ്ങി വെക്കുക. അതിൻ്റെ തൈകൾ വരുമ്പോൾ പൊട്ടിച്ച് പുതിയ പുതിയ ചട്ടികളിലാക്കുക. ഓക്കെ, ബൈ.